കൊല്ലം നീണ്ടകര മത്സ്യബന്ധന തുറമുഖത്ത് പുറത്തുനിന്ന് മത്സ്യം എത്തിച്ച് വിൽക്കരുതെന്ന ജില്ലാ കളക്ടറുടെ നിരോധന ഉത്തരവ് നിലനിൽക്കെ ഹാർബറിനുള്ളിൽ ഇതര സംസ്ഥാന മത്സ്യം ലേലം ചെയ്യുന്നു. കോൾഡ് സ്റ്റോറേജ് സംവിധാനമുള്ള കണ്ടെയ്നറുകളിൽ എത്തിച്ച് യാതൊരു ഗുണനിലവാര പരിശോധനയും നടത്താതെയാണ് മത്സ്യവിൽപ്പന. ഇത് നീണ്ടകര ഹാർബറിലെ പുലർച്ചെ 5 മണി മുതലുള്ള കാഴ്ച. കണ്ടെയ്നർ ലോറികളിൽ നിന്ന് മീൻ നിറച്ച പ്ലാസ്റ്റിക് പെട്ടികൾ നീണ്ടകര ഹാർബറിലെ ലേലഹാളിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് ലേലം വിളിയും കാണാം. കഴിഞ്ഞ ദിവസം കേരയായിരുന്നു മീനെങ്കിൽ ഇക്കുറി അയലയാണ് വിൽപ്പന. തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്നവയാണിത്. ഇത്തരം മീൻ വാങ്ങി കൈപ്പുള്ളിയവരുടെ അനുഭവ സാക്ഷ്യം കേൾക്കാം. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഹാർബറിൽ ചെന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ വേറൊരു വാഹനം പാർക്ക് ചെയ്തു. അവിടുന്ന് ആ വണ്ടിക്കകത്തു നിന്നുള്ള മത്സ്യം എടുത്തിട്ട് നമ്മുടെ അതിൻ്റെ അവിടെയുള്ള പൈപ്പിൻ ചോട്ടി പോയി വെള്ളം ഒഴിച്ച് കഴുകി റെഡിയാക്കി അതിൻ്റെ അടുത്തൊരു എൻട്രൻസ് വഴി ഇത് കൊണ്ടുവന്ന് അവിടെ ലേലം ചെയ്യാറ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു രീതിയിൽ പോലും മനസ്സിലാകത്തില്ല. നമ്മൾ ഹാർബറിൽ പോയി കഴിഞ്ഞാൽ വള്ളത്തിൽ അല്ലെങ്കിൽ അത് വൺ ഡേ ബോട്ടുകളുണ്ടാവും, അല്ലാതുള്ള ബോട്ടുകളുണ്ടാവും, അതിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളാണെന്ന് കരുതുന്നത്. പക്ഷേ അത് വലിയൊരു ദുരന്തമാണ് നമ്മുടെ സമൂഹത്തിന് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നുള്ള മീൻ ഹാർബറിൽ എത്തിച്ച് വിൽക്കരുതെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഗേറ്റ് കീപ്പർമാർക്ക് ഒന്നും അറിയില്ലെന്ന്, അങ്ങനെ നടക്കുന്നില്ലെന്നാണ് അവരുടെ പക്ഷം. അതവർ പറയുന്നത് ഞങ്ങൾ രഹസ്യ ക്യാമറയിൽ പകർത്തി. ഇന്നലെ 8 വണ്ടി ഉണ്ടായിരുന്നു, ഇന്ന് 4 വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കയറ്റി വിടാറില്ല. ഞങ്ങൾ 6 മണിക്കാണ് ഡ്യൂട്ടി ചെയ്തത്. ഞാൻ വന്ന 6 മണിക്കാണ്. അവര് പറയും മീനില്ലെന്ന് പറയും. വണ്ടി നമുക്ക് സ്കാനറൊന്നുമില്ലല്ലോ. ഐസാന്ന് പറയും. ഐസാന്ന് പറയും. അറിയാൻ പറ്റത്തില്ല. ഇതിനകത്ത് മീൻ കൊണ്ടൊന്നും വിൽക്കാനൊക്കത്തില്ല. പറഞ്ഞാണെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല. പോയി അതിന് ഡ്യൂട്ടി പോയി. എല്ലാ ദിവസവും തുറമുഖത്തെത്തുന്ന മീൻ പരിശോധിക്കണമെന്നാണ് നിയമം. പക്ഷേ ഹാർബർ, ഫിഷറീസ്, ഫുഡ് സേഫ്റ്റി, കോസ്റ്റൽ പോലീസ് എന്നിവരുടെ കൺമുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യം കേരളത്തിന്റെ ഹാർബറുകളിൽ എത്തിച്ച് വിപണനം നടത്തുന്നു. ഇതിന്റെ ഗുണനിലവാര പരിശോധന ബന്ധപ്പെട്ടവർ നടത്താത്തതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനും കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കൊല്ലം നീണ്ടകര മത്സ്യബന്ധന തുറമുഖത്ത് പുറത്തുനിന്ന് മത്സ്യം എത്തിച്ച് വിൽക്കരുതെന്ന ജില്ലാ കളക്ടറുടെ നിരോധന ഉത്തരവ് നിലനിൽക്കെ ഹാർബറിനുള്ളിൽ ഇതര സംസ്ഥാന മത്സ്യം ലേലം ചെയ്യുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പുറത്തുനിന്നുള്ള മത്സ്യം കൊണ്ടുവന്ന് അവിടെ കച്ചവടം നടത്തുന്ന ഏർപ്പാട് സ്ട്രിക്റ്റായ നടപടി സ്വീകരിക്കണമെന്ന് വളരെ നേരത്തെ തന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്. അങ്ങനെ കളക്ടർ തന്നെ നിരോധന ഉത്തരവ് കൊടുത്തു. അത് നമ്മൾ പിടിച്ചെടുക്കുന്ന കർശനമായ നടപടി സ്വീകരിക്കും. ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. ഇതെല്ലാം നേരത്തെ നടക്കുന്ന കുറെ കാര്യങ്ങളിൽ ഇപ്പോൾ വളരെ കൃത്യമായ ഇടപെടലാണല്ലോ നമ്മൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഒരു ഹാർബർ മൗത്തിലും വിൽക്കാൻ പാടില്ല ഡയറക്റ്റ് ചെയ്താൽ അതിലേക്ക് പോകും, കർശനമായതിലേക്ക് പോകും. ലാഭക്കൊതി ഹാർബറിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മത്സ്യമാണെന്ന് അറിയിക്കാനാണ്. അതുകൊണ്ട് അതിനെ എതിരായി ശക്തമായ നടപടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അഭിമന്യു കൊലപാതകത്തിൽ 40 SDPI പ്രവർത്തകർ കൂടി കസ്റ്റഡിയിൽ. എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റിന് പങ്കുണ്ടെന്ന സൂചന. വൈസ് പ്രസിഡന്റ് KH നാസറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നു. വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, അതായത് നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലുള്ളത് എത്ര പേരാണ്? സംസ്ഥാന വൈസ് പ്രസിഡന്റ്, SDPIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസറിന്റെ ഇടപെടൽ സംബന്ധിച്ച് എന്ത് സൂചനയാണ് പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്? പ്രജീഷ്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതൃത്വം അടക്കമുള്ളവരിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിക്കുകയാണ്. ഇവരിൽ പലർക്കും ഈ കേസിൽ വ്യക്തമായ പങ്കുണ്ടെന്ന സൂചനയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്നും പോലീസിന് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രിയോടെ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്നായി ഏകദേശം 40-ലധികം SDPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവരിൽ 2 പേർക്ക് ഈ കേസിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നമുക്ക് നൽകുന്ന ഒരു വിവരം. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KH നാസറിനെ ഈ മുളന്തുരുത്തിയിലെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടുകയും കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തു വരികയുമാണ്. ഇയാളുടെ വീട്ടിൽ നിന്ന് ചില രേഖകളും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാൾക്ക് ഈ കേസിൽ വ്യക്തമായ പങ്കുണ്ടെന്ന ഒരു സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഒരു അറസ്റ്റ് വരെ വീണ്ടും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ഈ നാസറിനെ മൂവാറ്റുപുഴയിലെ ചില രഹസ്യകേന്ദ്രത്തിൽ വെച്ച് പോലീസ് വ്യക്തമായി ചോദ്യം ചെയ്തിരുന്നു. പിന്നീട്
പിന്നീട് ഇയാൾ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിങ്ങനെ പദവികളെല്ലാം തന്നെയും ഇയാൾ നേരത്തെ വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ നിയന്ത്രണത്തിലുള്ള ദിനപത്രത്തിന്റെ നയരൂപകരണത്തിൽ സമിതി അംഗം കൂടിയായിരുന്നു ഇയാളെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ DGP ലോക്നാഥ് ബെഹ്റ എത്തിയപ്പോഴെല്ലാം തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള വ്യക്തമായ നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തെളിവുകൾ സമാഹരിക്കുന്നു, വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നു. ഇനി എല്ലാ തെളിവുകളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പൂർണ്ണമായ നിലയിലേക്ക് എത്താൻ സാധിക്കുമെന്നാണോ അന്വേഷണ സംഘം പരോക്ഷമായി പറയുന്നത്? തീർച്ചയായും പ്രതീക്ഷ ഇത് തന്നെയാണ്. കാരണം പോലീസ് വ്യക്തമാക്കുന്നത് ഈ കൃത്യം നടത്തിയവർ ആരെന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു. മാത്രമല്ല അവരുടെ എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പ്രതികളെ പിടിക്കുക അല്ലെങ്കിൽ മുഖ്യ പ്രതികളിലേക്ക് എത്തുക എന്നുള്ള ഒരു അന്വേഷണ ഘട്ടം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കാരണം SDP പ്രവർത്തകരെ അല്ലെങ്കിൽ നേതാക്കന്മാരെല്ലാം തന്നെയും കസ്റ്റഡി എടുക്കുകയും ഈ കരുതൽ തടങ്കിൽ വെക്കുകയും എല്ലാം ചെയ്ത് ഈ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസ് പറയുന്നത് ഈ പ്രതികൾ ആരും തന്നെയും ഇന്ത്യ വിട്ട് പോയിട്ടില്ല. ഈ കേരളത്തിനകത്തും പുറത്തുമായി ഇവർ ഉണ്ട്. ഇവർ പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലാണ് ഈ പ്രവർത്തകർ ഈ കൃത്യം നടത്തിയവർ ഉള്ളതെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തന്നെയാണ് ഈ സംസ്ഥാന നേതൃത്വം അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുന്നതും. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ പ്രാദേശിക തലത്തിൽ ഇവർ വെച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ പോലീസ് ശേഖരിച്ചിരുന്നു. ഇവരെല്ലാം തന്നെയും ഈ കൃത്യമായ നേതാക്കന്മാരുടെ ഫോട്ടോ സഹിതമുള്ള ഫ്ലക്സ് ബോർഡുകളാണ് പോലീസ് ശേഖരിച്ചത്. കാരണം പലരും ചോദ്യം ചെയ്യുന്നതും തങ്ങൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരല്ല അല്ലെങ്കിൽ SDP എന്നുള്ള രീതിയിൽ തന്നെ ഇവർ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഇതെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് ഒരു വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ഉടൻ തന്നെ ഈ മുഖ്യപ്രതികൾ അറസ്റ്റിലാകുമെന്ന സൂചന തന്നെ പോലീസ് നൽകുന്നുണ്ട്. മാത്രമല്ല അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു തീവ്രവാദ സ്വഭാവമുള്ള കേസായതിനാൽ അതീവ രഹസ്യ സ്വഭാവത്തോടെ തന്നെയാണ് ഈ പോലീസ് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം വ്യാപിപ്പിക്കുന്നതും. ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇയാൾക്ക് കൃത്യമായി തന്നെ ഇതിൽ പങ്കുണ്ടെന്ന ഒരു സൂചന പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. വിവരങ്ങൾ നൽകിയത്. ബിഷപ്പിനെതിരായ കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ അന്വേഷണ സംഘം കുറവിലങ്ങാട് പള്ളി വികാരിയുടെയും പാലാ ബിഷപ്പിന്റെയും മൊഴി രേഖപ്പെടുത്തും. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്താണ് വിവരങ്ങൾ? നിലവിൽ കന്യാസ്ത്രീക്ക് ബിഷപ്പിൽ നിന്ന് മോശമായ പെരുമാറ്റമുണ്ടായപ്പോൾ ആ മോശമായ പെരുമാറ്റത്തെ കുറിച്ച് കുറവിലങ്ങാട് പള്ളി വികാരിക്കാണ് ആദ്യം കന്യാസ്ത്രീ പരാതി നൽകിയത്. അതിനുശേഷമാണ് പാലാ ബിഷപ്പിനും പിന്നീട് ഹീറോ മലബാർ സഭയുടെ കർദിനാൾ ആലഞ്ചേരിക്കും അടക്കം പരാതി നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കന്യാസ്ത്രീ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂവരുടെയും മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം കുറവിലങ്ങാട് പള്ളി വികാരിയിൽ നിന്നായിരിക്കും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുക. ഇന്ന് ഉച്ചയോടുകൂടി മൊഴി രേഖപ്പെടുത്തും എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല നേരത്തെ ഇവർക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് 12 മണിയോടുകൂടി ഒരുപക്ഷെ കുറവിലങ്ങാട് പള്ളിയിലെത്തി ഇത് സംബന്ധിച്ച മൊഴിയെടുപ്പ് ഉണ്ടാകും എന്ന് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ബിഷപ്പിനെതിരെയുള്ള തെളിവ് ശേഖരത്തിലാണ് പ്രധാനമായും പോലീസ്. ബുധനാഴ്ചക്കകം ഈ കേസ് സംബന്ധിച്ച കാര്യത്തിൽ ഇവിടുത്തെ കേരളത്തിലെ പ്രാഥമിക അന്വേഷണം എല്ലാം തന്നെ അവസാനിപ്പിക്കും. അതിനുശേഷമായിരിക്കും അന്വേഷണം ജലന്ധറിലേക്ക് നീളുക. 18-ാം തീയതിക്ക് ശേഷം അന്വേഷണ സംഘം ജലന്ധറിലേക്ക് പോകും. ഒടുവിൽ 23-നായിരിക്കും അന്വേഷണ സംഘം തിരിച്ചെത്തുക. ജലന്ധറിൽ ചെന്നതിന് ശേഷം ഇത് സംബന്ധിച്ച തെളിവുകൾ എടുപ്പും മറ്റ് ഇടങ്ങളിൽ ബിഷപ്പിൽ നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ആർക്കും നേരിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാമായിരിക്കും അന്വേഷണ സംഘം പ്രധാനമായിട്ടും അവിടെ അന്വേഷിക്കുക. മാത്രവുമല്ല നിലവിലെ ഒരു സാഹചര്യത്തിൽ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും ബിഷപ്പ് പരാതിക്കാരിക്ക് അശ്ലീലമായ സന്ദേശങ്ങൾ അയച്ചു എന്നുള്ള കാര്യത്തിൽ പരാതിക്കാരി മൊഴിയിൽ പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച മൊബൈൽ ഫോൺ, അതായത് കന്യാസ്ത്രീയുടെ പക്കലുള്ള മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായാണ് വിവരം. ആ മൊബൈൽ ഫോൺ കണ്ടെത്താനായിട്ടില്ല. അത് കണ്ടെടുക്കാനുള്ള ശ്രമവും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. സതീഷ്, ശരി. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പുതുപ്പാടി കൈതപ്പൊയിൽ യുവാവ് പെട്രോളൊഴിച്ച് തീ കൊളുത്തിയ സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമ മരിച്ചു. കോലഞ്ചേരി സ്വദേശി സജി കുരുവിളയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയാണ് ഇയാളെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നത്. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നു. ലതീഷ്, ഈ ധനകാര്യ സ്ഥാപന ഉടമയുടെ മരണമാണിപ്പോൾ സംഭവിച്ചതായി അറിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്? പോലീസ് എന്താണ് പറയുന്നത്?
പ്രജീഷ്, വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. പുതുപ്പാടി കൈതപ്പൊയിലെ ഒരു ഇരുനില കെട്ടിടത്തിന്റെ മുകളിലായിട്ടാണ് ഈ ധനകാര്യ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഷാജു കുറുവിയുടെ തന്നെയാണ് മലബാർ ഫൈനാൻസീസ് എന്ന സ്ഥാപനം. 2 ദിവസം മുമ്പ് തൃശൂർ സ്വദേശി എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ഇവിടെ വന്ന് മതിയായ ഈടില്ലാതെ 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി ഇയാൾ പോലീസിനോടും അതേപോലെ തന്നെ വീട്ടുകാരോടും പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം തന്നെയാണ് ഇന്നലെയും വന്ന് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ അദ്ദേഹം ഇന്നലെ വൈകിട്ട് താമരശ്ശേരി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. എന്തായാലും ഇയാളുടെ ദൃശ്യങ്ങൾ ഈ സ്ഥാപന ഉടമ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തിയിട്ടുണ്ട്. ഇത് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇയാൾ തൃശൂർ സ്വദേശിയാണോ എന്നത് സംബന്ധിച്ചൊരു കൃത്യത പോലീസിന് ഉറപ്പുവരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ യുവാവിനായുള്ള അന്വേഷണം പോലീസ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷാജു കുറുവിള മരിക്കുന്നത്. 70% പൊള്ളലേറ്റാണ് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചത്. അത് തന്നെയാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. 2 ദിവസത്തിന് ശേഷം മാത്രമേ മൃതദേഹം സംസ്കരിക്കൂ എന്നാണ് അറിയുന്നത്. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വിദേശത്താണ്. അവരെത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും താമരശ്ശേരി പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുളകുപൊടി വിതറിയ ശേഷമാണ് കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ച് ഇയാളെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ തന്നെ ഈ അക്രമി ശ്രമിച്ചത്. എന്തായാലും ഇയാളുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ച സ്ഥിതിക്ക് അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രജീഷ്, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. തിരൂർ കൂട്ടായിയിൽ CPM പ്രവർത്തകരുടെ വീടിന് നേരെ വ്യാപക അക്രമം. കുറിയന്തപുരയ്ക്കൽ സൈനുദ്ദീന്റെ വീട്ടിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. സൈനുദ്ദീന്റെ മകൾക്ക് പൊള്ളലേറ്റു. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, ഇത് അക്രമത്തിന് പിന്നിൽ ആരാണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ഇപ്പോഴെന്താണ് അവിടുത്തെ സ്ഥിതി? പ്രജീഷ്, മലപ്പുറം തിരൂർ കൂട്ടായിലാണ് CPM പ്രവർത്തകന്റെ വീടിന് തീവെച്ചത്. കൂട്ടായി സ്വദേശി അരയൻ കടപ്പുറത്തെ കുറിയന്തപുരക്കൽ സൈനുദ്ദീന്റെ വീടിനാണ് ഇന്നലെ രാത്രിയോടെ ഒരു സംഘം എത്തി തീവെച്ചത്. ലീഗ് പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. തീ വീട്ടിനകത്തേക്ക് പടർന്നു കയറിയായിരുന്ന സൈനുദ്ദീന്റെ മകൾ നിഷൽജയ്ക്ക് പൊള്ളലേറ്റത്. +2 വിദ്യാർത്ഥിനിയാണ് നിഷൽജ. ഇവരെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്ക് സാരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴയായതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത്. ഏറെ നാളായി ഈ പ്രദേശത്ത് സംഘർഷം നിലനിന്നിരുന്നതാണ്. CPM പ്രവർത്തകർക്ക് നേരെ വലിയ തോതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണം തുടർന്ന് വരുന്ന ഒരു സാഹചര്യം മലപ്പുറം തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഈ ആക്രമവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പ്രജീഷ്, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ബ്രിട്ടനിൽ എത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. ട്രംപിന്റെ കൂറ്റൻ കോമാളി ബലൂൺ ഉയർത്തി ആയിരങ്ങളാണ് വെസ്റ്റ് മിനിസ്റ്ററിലെ പാർലമെന്റ് ചത്തുരത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. ബ്രെക്സിറ്റ് വിഷയത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ സമ്മർദ്ദം നേരിടുന്ന സമയത്താണ് ട്രംപിന്റെ നിർണായക സന്ദർശനം. പ്രതിഷേധങ്ങൾക്കിടെ ട്രംപ് എലിസബത്ത് രാജ്ഞിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടനുമായുള്ള വ്യാപാര ബന്ധം, മധ്യപൂർവ്വ ദേശത്തെ നയങ്ങളും ബ്രെക്സിറ്റ് എന്നിവയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. പുന്നമട ഭീമ ലേക്ക് റിസോർട്ടിൽ സർക്കാർ ഭൂമി കയ്യേറ്റം നടത്തിയതായി വിജിലൻസ് റിപ്പോർട്ട്. വർഷങ്ങളായി കയ്യേറ്റം നടത്തി വരുന്നതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 28-ന് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. വേമ്പനാട് കായലിന് സമീപം 50 സെന്റിലധികം ഭൂമി ലക്ഷ്മികാന്തന്റെ ഉടമസ്ഥതയിലുള്ള ഭീമ പുന്നമട ലേക്ക് റിസോർട്ട് കൈവശം വെച്ചിരിക്കുന്നതായാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പുന്നമട ലേക്ക് റിസോർട്ട് കഴിഞ്ഞ 10 വർഷത്തിലധികമായി സർക്കാർ ഭൂമി കയ്യേറ്റം നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോട്ടയം വിജിലൻസ് കോടതി കയ്യേറ്റം അന്വേഷിക്കാൻ ആലപ്പുഴ വിജിലൻസ് ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയത്. ഈ മാസം 12-ാം തീയതിക്ക് മുൻപായി റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചതെങ്കിലും കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ കൂടി ലഭിക്കാനുള്ളതുകൊണ്ട് 10 ദിവസം കൂടി അനുവദിക്കണമെന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കോടതി സാവകാശം നൽകുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഭൂമി കയ്യേറ്റത്തെക്കുറിച്ച് നിരവധി പരാതികൾ റവന്യൂ വകുപ്പിന് ലഭിച്ചുവെങ്കിലും കാര്യമായ നടപടി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. റവന്യൂ വകുപ്പിന്റെ അറിവോടുകൂടിയാണ് കായലിനോട് ചേർന്ന് കിടക്കുന്ന 25 കോടിയിലധികം രൂപ വില വരുന്ന ഭൂമി ഭീമ ലേക്ക് റിസോർട്ട് കൈവശം വെച്ചിരിക്കുന്നത്.
കൂടാതെ സർക്കാർ വക ഭൂമിയിലെ വൃക്ഷങ്ങളും മറ്റും വെട്ടിനശിപ്പിച്ചതിന് ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തഹസിൽദാർ നിർദ്ദേശം നൽകിയെങ്കിലും ഇതിനും നടപടി ഉണ്ടായിട്ടില്ല. വരുന്ന 28-ാം തീയതിക്ക് മുൻപായി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് നൽകാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിട്ടും അത് തിരിച്ചുപിടിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് റവന്യൂ വകുപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ ഇമ്മാനുവൽ ഫ്രാൻസിസിനൊപ്പം ഷാജഹാൻ. കുമ്പസാര രഹസ്യത്തിന്റെ മറവിൽ വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പൂർണ്ണസജ്ജമായി അന്വേഷണ സംഘം. ഒളിവിലുള്ള 1-ാം പ്രതി ഫാദർ എബ്രഹാം വർഗീസ്, 4-ാം പ്രതി ഫാദർ ജെയ്സ് കെ ജോർജ് എന്നിവർക്കായി അന്വേഷണ സംഘം വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഫാദർ ജോബ് മാത്യു, ജോൺസൺ വി മാത്യു എന്നിവരുടെ ജാമ്യ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിലെ 1-ാം പ്രതി ഫാദർ എബ്രഹാം വർഗീസ്, 4-ാം പ്രതി ജെയ്സ് കെ ജോർജ് എന്നിവരുടെ വീടുകളിലും ഇവർ എത്താൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും ക്രൈംബ്രാഞ്ച് സംഘം ഇതിനോടകം പലതവണ പരിശോധന നടത്തി. പ്രതികളെ സംരക്ഷിക്കുന്നവർക്കെതിരെയും നിയമ നടപടിയുണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി കഴിഞ്ഞു. മുൻകൂർ ജാമ്യത്തിനായി സുപ്രീംകോടതിയെ സമീപിക്കാൻ പ്രതികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനുകൂല വിധിയുണ്ടാകാൻ സാധ്യതയില്ല. ഇത്തരം സമ്മർദ്ദങ്ങൾ വൈദികരുടെ കീഴടങ്ങലിലേക്ക് നയിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ബലപ്രയോഗത്തിലൂടെയുള്ള അറസ്റ്റ് ഒഴിവാക്കാനാണ് തീരുമാനം. കേസിൽ ഇതിനോടകം അറസ്റ്റിലായ 2-ാം പ്രതി ജോബ് മാത്യു, 3-ാം പ്രതി ജോൺസൺ വി മാത്യു എന്നിവർ റിമാൻഡിലാണ്. മുഴുവൻ പ്രതികളും അറസ്റ്റിലായ ശേഷം ആവശ്യമെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അറസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കോടതി തേടിയിട്ടുണ്ട്. ജാമ്യഹർജിയെ എതിർക്കുമെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. JNU വിദ്യാർത്ഥി നജീബിന്റെ തിരോധാന കേസ് CBI അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. 2016 ഒക്ടോബർ 14 ABP പ്രവർത്തകരുടെ മർദ്ദനമേറ്റ ശേഷം കാണാതായ നജീബിനെ കുറിച്ച് ഒരു വിവരവുമില്ലെന്നും കേസ് അവസാനിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നും ദില്ലി ഹൈക്കോടതിയെ CBI അറിയിച്ചു. തന്റെ മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നജീബിന്റെ അമ്മ സമർപ്പിച്ച ഹർജിയിലാണ് CBIയുടെ വിശദീകരണം. നജീബിന്റെ തിരോധാനത്തിൽ ആരോപണവിധേയരായ 9 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാനോ നടപടി സ്വീകരിക്കാനോ ഉള്ള ഒരു തെളിവും ലഭിച്ചില്ലെന്നാണ് CBIയുടെ വാദം. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം നടന്നതായി വിവരമില്ല. കേസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് ജസ്റ്റിസുമാരായ S. മുരളീധർ, വിനോദ് ഗോയൽ എന്നിവരുൾപ്പെട്ട ബെഞ്ചിനെ CBI അറിയിച്ചു. എന്നാൽ ആരോപണവിധേയരായ ഒരു വിദ്യാർത്ഥിയെയും ഇതുവരെ CBI ചോദ്യം ചെയ്തിട്ടില്ലെന്ന് നജീബിന്റെ അമ്മയ്ക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കോളിൻ ഗോൺസാൽവസ് പറഞ്ഞു. ദൃക്സാക്ഷികളായ 18 വിദ്യാർത്ഥികളുടെയും 3 വാർഡന്മാരുടെയും 3 സുരക്ഷാ ജീവനക്കാരുടെയും മൊഴികൾ ഒരുമിച്ച് ഇനി വാദം കേൾക്കുന്ന സെപ്റ്റംബർ 4-ന് സമർപ്പിക്കാൻ കോടതി CBIയോട് നിർദ്ദേശിച്ചു. CBI കോടതിയിൽ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും ഒഴിവാക്കിയ ശേഷമാണ് നജീബിന്റെ അമ്മയ്ക്ക് നൽകിയതെന്നും കോളിൻ ഗോൺസാൽവസ് കോടതിയിൽ വ്യക്തമാക്കി. ദില്ലി പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം എങ്ങുമെത്താത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം മെയ്യിൽ കേസ് CBIക്ക് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പനമ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട പാക് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും മകളും അറസ്റ്റിലായി. ലണ്ടനിൽ നിന്നും ലാഹോറിലേക്ക് മടങ്ങിയെത്തിയ ഉടനായിരുന്നു അറസ്റ്റ്. ഇരുവരുടെയും പാസ്പോർട്ട് പിടിച്ചെടുത്തു. പാനമ രേഖകളിലൂടെ പുറത്തുവന്ന അഴിമതി കേസിൽ ഷെരീഫിന് 10 വർഷം തടവും 23.07 കോടി രൂപ പിഴയും പാകിസ്ഥാനിലെ അഴിമതി വിരുദ്ധ കോടതി ശിക്ഷ വിധിച്ചിരുന്നു.